യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വചനഭാഗത്ത് കേൾക്കാൻ പോകുന്ന വിശുദ്ധ റീത്ത പുണ്യവതിയെ കുറിച്ചാണ്. കുടുംബജീവിതക്കാരുടെയും സമർപ്പിത ജീവിതത്തിലേക്ക് ജീവിതം നയിക്കുന്നവരുടെയും എല്ലാം വിരോചിതമായ രീതിയിൽ സുഹൃത്തുക്കൾ അഭ്യസിച്ച് വിശുദ്ധിയായി തീർന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ റീത്ത പുണ്യവതി. സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന സമർപ്പിതർക്കും പുരോഹിതർക്കും മാത്രമാണ് വിശുദ്ധരാവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ കാലഘട്ടത്തിൽ കുടുംബജീവിതം നയിച്ച് സാധാരണക്കാരിൽ സാധാരണയായ വിശുദ്ധ റീത്ത പുണ്യവതി നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിൽ എത്തിച്ചേരാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കുമെന്ന് റീത്ത പുണ്യവതിയുടെ മാതൃക നമ്മുടെ മുന്നിൽ പ്രചോദനമായി നിൽക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ സഹനങ്ങളെയും ക്ഷമയോടെ സഹിക്കുകയും തൻ്റെ ജീവിതം ചവിട്ടി മെതിച്ച എല്ലാ വ്യക്തികളോടും നിരുപാധികം ക്ഷമിക്കുകയും അങ്ങനെ ക്രൂശിതനായ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീഷ്ണതയിൽ പ്രാർത്ഥനയിലും പരോപപ്രവർത്തികളിലും ശുശ്രൂഷയിലും അനാഥരോടും രോഗികളെയെല്ലാം ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് വിരോചിതമായ രീതിയിൽ സുഹൃത്തുക്കൾ അഭ്യസിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ദൈവം നന്മയ്ക്കായി തീർക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആരോടും പരാതിപ്പെടാതെ പരിഭവമോ പരാതിയോ കൂടാതെ അവയെല്ലാം ക്ഷമയോടുകൂടെ സഹിച്ച് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ റീത്ത എന്ന് അറിയപ്പെടുന്നു. റീത്ത നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ക്ഷമയുടെ കൃപ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ റീത്ത പുണ്യവതിയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത്. ഒരു കുടുംബിനിയായും സമർപ്പിതയായും വിരോചിതമായ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ റീത്ത. കുടുംബജീവിതം നയിക്കുന്നവർക്കും സമർപ്പിത ജീവിതം നയിക്കുന്നവർക്കും ഉള്ള ഒരു മധ്യസ്ഥയായി വിശുദ്ധ റീത്ത അറിയപ്പെടുന്നു. കുടുംബങ്ങളുടെ നാഥയും വിദ്യാർത്ഥികളുടെ മധ്യസ്ഥതയും ദമ്പതികളിലെയും രോഗികളിലെയും മധ്യസ്ഥയാണ് വിശുദ്ധ റീത്ത. ക്ഷമയുടെ മൂർത്തിഭാവമായ കാരുണ്യവും വാത്സല്യവും നിറഞ്ഞ കുടുംബത്തിൻ്റെ എല്ലാ കുടുംബങ്ങളിലെയും കാവൽ വിളക്കും അനുതപിക്കുന്നവരുടെ മധ്യസ്ഥയുമായി അസാധ കാര്യങ്ങളുടെ മധ്യസ്ഥയുമായും വിശുദ്ധ റീത്ത പുണ്യവതിയെ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തെയും ഈ വചനഭാഗം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ വിശുദ്ധയുടെ ജീവിതത്തിലെ നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് മാതൃകയായി സ്വീകരിക്കുവാനും ആ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ട
എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധയിൽ നിന്ന് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. പ്രത്യേകമായി എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുവാനും എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ അറിവുകൂടെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി തീർക്കുമെന്നുള്ള ബോധ്യത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലെയും തരണം ചെയ്യുവാനും ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ തിരുമനസ്സിനെ പൂർണ്ണമായി അനുസരിക്കുവാനും ദൈവഹിതത്തിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും അങ്ങനെ ഏത് ജീവിതാന്തസ്സിൽ പ്രവേശിച്ചാലും അതിൻ്റെ ചേർന്ന രീതിയിൽ വിശുദ്ധിയിൽ പരിപൂർണതയിൽ ആയിരിക്കുവാനും ആ ജീവിതാന്തസ്സിനനുസരിച്ചുള്ള ജീവിതം നയിക്കുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് ആത്മാക്കളെ നേടാനായിട്ടുള്ള ഒരു തീഷ്ണത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സ്വന്തം ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രാശ്ചിത്തവും പ്രാർത്ഥനയും തപസ്സും അനുസരിച്ചതുപോലെ ഞങ്ങൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഈശോയിലെ അറിയാതെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ മക്കളെയും എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. അവരെല്ലാം വിശ്വാസത്തിലേക്ക് ആനയിക്കാനായിട്ട് അവർക്ക് വേണ്ടി ഞാൻ സ്വയം എന്നെ തന്നെ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ പൂർണ്ണമായി നമ്മൾ പരിപൂർണമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്കും ഒരു ചൈതന്യം പകർന്നു വരാനായിട്ട് ദൈവം ഇടവരുത്തും. വിശ്വാസം നകന്നുപോയ നമ്മുടെ കുടുംബാംഗങ്ങളെയെല്ലാം ഈശോയ്ക്ക് വേണ്ടി നേടാനായിട്ട് അവരെ മാനസാന്തരത്തിലേക്ക് അവരെ കൂതാശകളിലേക്കൊക്കെ വിശ്വാസത്തിലേക്കൊക്കെ ആനയിക്കാനായിട്ട് നമ്മൾ ആ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അവരൊക്കെ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നേടാനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭർത്താവിനെയും മക്കളെയെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യസ്ഥരാന്നുള്ള ബോധ്യത്തിൽ അവരുടെ ആത്മാക്കളുടെ കാവൽക്കാരാന്നുള്ള ബോധ്യത്തിൽ അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അനുദപിച്ച് നല്ല കൂടെ സംസാരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആഗ്രഹം പാപത്തിൽ നിന്നെല്ലാം പൂർണ്ണമായും മോചനം പ്രാപിക്കുവാനും അങ്ങനെ ദയയും ക്ഷമയും കരുണയും ആർദ്രതയുമുള്ള വ്യക്തികളായിട്ട് ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തെയും എല്ലാ വ്യക്തികളെയും സ്നേഹപൂർവ്വം കരുണപൂർവ്വം എല്ലാത്തിലും ഈശോയുടെ ചൈതന്യം കാണുവാനായിട്ട് അവരിലെല്ലാം ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും അവർക്ക് ആവുന്ന നല്ല നല്ല പ്രവർത്തികൾ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നല്ല രീതിയിൽ എല്ലാവരോടും വർത്തിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പുണ്യവതിൽ നിറഞ്ഞിരുന്ന പ്രാർത്ഥന ചൈതന്യവും ആഴമായ തപശ്ചര്യവും എല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും രോഗികളിലും അനാഥരുമെല്ലാം ഈശോയെ തിരുമുഖം കാണുവാനും എല്ലാം ജീവിതത്തിൽ വരുന്ന എല്ലാ ദുരിതങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുവാനും വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് റീത്ത പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും കൃപ നൽകണമേ.
തൻ്റെ ഒറ്റപ്പെട്ട ജീവിതത്തിലെല്ലാം ഈശോയിൽ പൂർണ്ണമായി ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് വിശുദ്ധ റീത്ത സുന്ദരിക്ക് സാധിച്ചു. നമുക്കും അതുപോലെ ഏകാന്തതയും തിരസ്കരണവും ഒറ്റപ്പെടലും എല്ലാം അനുഭവപ്പെടുമ്പോൾ അതെല്ലാം ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെടുവാനും ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളേക്കാളും എല്ലാ വ്യക്തികളേക്കാളും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ റീത്ത പുണ്യവതിയുടെ അനുസരണവും താഴ്മയും എളിമയും വിനയവും എല്ലാം അതുവഴി മാത്രമേ വിശുദ്ധിയിലേക്ക് പടർന്നു കയറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ സ്വന്തം പാപത്തെക്കുറിച്ച് ദൈവത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന റീത്ത പുണ്യവതിയെ പോലെ ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ സ്വന്തം ശരീരത്തേക്കാൾ ആത്മാവിൻ്റെ പ്രചോദനങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് ഏത് പ്രതിസന്ധികളും ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കാനായിട്ട് ശരീരത്തിൻ്റെ വാസനകളെ ആത്മാവിൻ്റെ ശക്തിയാൽ വിജയിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നമുക്ക് വിശുദ്ധ ജീവിതത്തിലൂടെ നമുക്ക് കണ്ണോടിക്കാം. റോമിൽ നിന്ന് 75 കിലോമീറ്റർ അകലെയായി മലകളും താഴ്വകളും നല്ല കാലാവസ്ഥയുമുള്ള തെക്ക് കിഴക്കായി മലകൾക്ക് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കാസിയ. ആ കാസിയയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് റോക്കോ പൊറോന എന്ന ഗ്രാമത്തിലാണ് വിശുദ്ധ റീത്ത ജനിച്ചത്. വിശുദ്ധിയിലെ സമ്പന്നമായ നാടാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ സെക്കോളോസ്റ്റിക്ക എന്നിവർ ഈ നാടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന വിശുദ്ധരാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായി അറിയപ്പെട്ടിരുന്ന അന്തോണിയ അമാത്ത ദമ്പതികളിലെ മകളായിട്ടാണ് വിശുദ്ധ റീത്ത ജനിച്ചത്. അവരുടെ കുടുംബം ഒരു കർഷക കുടുംബമായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിനും എല്ലാവർക്കും മാതൃകാപരമായ ജീവിതമാണ്. ആ ഇടവക സമൂഹത്തിനും എല്ലാം ഗ്രാമവാസികൾക്കെല്ലാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഗ്രാമവാസികളിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുവാനും വേദനകളിൽ ആശ്വസിപ്പിക്കുവാനും ആ ദമ്പതികൾ മുന്നിട്ടിറങ്ങുമായിരുന്നു. വിശുദ്ധ എന്നാലും ഈ ദമ്പതികൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിലവരൊരിക്കലും നിരാശപ്പെട്ടിരുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളില്ലാത്തത് കൊണ്ട് ആർക്കും വേണ്ടി കരുതി വയ്ക്കെന്താന്ന് വിചാരിച്ചുകൊണ്ട് അവർ വളരെ ഉദാര മനസ്കരായി മറ്റുള്ളവരെ സഹായിച്ചു പോന്നിരുന്നു. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കന്യകാമറിയത്തെ മംഗളവാർത്ത അറിയിച്ചതുപോലെ ഒരു രാത്രിയും റീത്തയുടെ അമ്മ അമാത്തക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു കുഞ്ഞിനെ നൽകാനായിട്ട് ദൈവം തിരുമനസ്സായിരിക്കുന്നു എന്ന് അറിയിച്ചു. അമാത്ത സന്തോഷ വാർത്ത ഭർത്താവിനെ മൻസീനെ അറിയിച്ചു. ഇരുവരും മുട്ടുമേൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി അവർ കാലങ്ങളായിട്ട് പ്രാർത്ഥനയിൽ എല്ലാം അവർ ചെലവഴിച്ചു.
381 മെയ് 22-ാം തീയതി അമാത്തയ്ക്കും അന്തോണിയായിക്കും ദൈവം ദാനമായി ഒരു പെൺകുഞ്ഞിനെ നൽകി. വാർദ്ധക്യത്തിൽ അമാത്ത അമ്മയായി അറിഞ്ഞ ആ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെയധികം അത്ഭുതപ്പെട്ടു. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പള്ളിയിൽ വെച്ച് ജ്ഞാനസ്ഥാനം നൽകി. ദർശനത്തിൽ മാലാഖ നിർദ്ദേശിച്ച റീത്ത എന്ന പേര് അവര് ആ കുഞ്ഞിന് നൽകുകയും ചെയ്തു. കുഞ്ഞുനാൾ മുതലേ റീത്തയിൽ നിഷ്കളങ്കമായ ഹൃദയ നൈർമല്യം നിറഞ്ഞിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതായ ഒരു കാര്യവും ശൈശവത്തിൽ പോലും ആ കുഞ്ഞ് ഒരിക്കലും ചെയ്തിട്ടില്ല. എല്ലാ കുട്ടികളും കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഉല്ലസിക്കുമ്പോൾ റീത്ത മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ദേവാലയത്തിൽ പോകുന്നതും ദിവ്യബലി സംബന്ധിക്കുന്നതും റീത്തായ്ക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. എല്ലാ വ്യക്തികളോടും സ്നേഹവും കരുണയും അനുസരണയും കൊണ്ട് അവൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി തീർന്നു. വൃദ്ധരായ മാതാപിതാക്കൾ സഹായിക്കാൻ തന്റെ കടമയാണെന്ന് അവൾ കരുതി. തനിക്ക് ലഭിച്ച ഭക്ഷണത്തിന്റെ ഒരു പങ്ക് പാവങ്ങൾക്ക് നൽകുന്ന ഒരു ശീലം മാതാപിതാക്കളിൽ നിന്ന് അവൾ പഠിച്ചിരുന്നു. ഏകാഗ്രമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കാനായിട്ട് റീത്ത സമയം കണ്ടെത്തി. പരിശുദ്ധ അമ്മയെയും ഈശോയുടെ പീഡാസഹനയും കുറിച്ചുള്ള ധ്യാനം, അങ്ങനെ ദൈവഗീതത്തിന് സ്വയം സമർപ്പിക്കാനായിട്ട് അവളെ ആ ഒരു പ്രാർത്ഥന അവളെ അതിലേക്ക് നയിച്ചു. കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു സന്യാസിയായി തീരണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ 12 വയസ്സായപ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ സ്ത്രീകളെല്ലാം തൻ്റെ ഭാവിയെ കുറിച്ച് തീരുമാനമെടുക്കുന്ന കാലഘട്ടമായി. റീത്ത വൃദ്ധരായ മാതാപിതാക്കളിലെ ഏകമകളായിരുന്നു. മാതാപിതാക്കൾ അവളെ തങ്ങളുടെ വാർദ്ധക്യത്തിലെ താങ്ങും തുണയുമായി തങ്ങളുടെ കൂടെ ജീവിച്ചു കാണാനായിട്ട് ആഗ്രഹിച്ചു. റീത്ത തൻ്റെ കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ച് ഒരു സന്യാസിയായി ജീവിതം നയിക്കാനായിട്ട് അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കണമെന്നുള്ള മാതാപിതാക്കൾ നിർബന്ധത്തിന് അവൾ അവസാനം വഴങ്ങേണ്ടതായി വന്നു. അങ്ങനെ മാതാപിതാക്കളുടെ ഇഷ്ടാനുസരണം വിവാഹത്തിന് സമ്മതിക്കുകയും പെറോനിയെ അവരുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ പൗളോ മാൻസീനി എന്ന യുവാവിനെയാണ് അവര് മാതാപിതാക്കളത്തേക്കായി തിരഞ്ഞെടുത്ത് നൽകിയത്. സമ്പത്തും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവഭയമോ മതനിഷ്ഠപരമായ ഒരു ജീവിതമോ ആ റീത്തയുടെ ഭർത്താവിന് ഉണ്ടായിരുന്നില്ല. വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളെല്ലാം വളരെ സന്തോഷകരമായിരുന്നെങ്കിലും പൗളോ തൻ്റെ തനിനിറം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും റീത്തയെ മർദ്ദിക്കുകയും പരുഷമായി പെരുമാറുകയും ചെയ്യുക എന്നത് പതിവായി. ചൂതുകളിയും മദ്യപാനത്തിലും പണം മുഴുവൻ ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു റീത്തയുടെ ഭർത്താവിനുണ്ടായിരുന്നത്. റീത്ത തീർത്തും ഒറ്റപ്പെട്ടവളും തഴയപ്പെട്ടവളുമായി. രാവും പകലും ഭർത്താവിൻ്റെയും ശാരീരിക മാനസികമായ പീഡനത്തിന് നിന്നുകൊടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവൾക്കായില്ല.
എങ്കിലും ഒരിക്കൽ പോലും അവൾ ഭർത്താവിൻ്റെ മോശമായ രീതിയിൽ പെരുമാറുകയോ മറ്റുള്ളവരെ മുന്നിൽ ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അവൾ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരമായി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭർത്താവിൻ്റെ ആ പെരുമാറ്റത്തെ പരാതിപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ സ്നേഹപൂർവമായ പെരുമാറ്റവും വിധേയത്വവും മൂലമുള്ള പെരുമാറ്റവും പ്രാർത്ഥനാ ജീവിതവും പൗലോയുടെ മനമിലാക്കി. അയാൾക്ക് താൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് കുറ്റബോധം തോന്നുകയും ക്രമേണ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ ഭർത്താവിനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് റീത്തയുടെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടുള്ള ഫലം കാണുകയും അങ്ങനെ ആ വ്യക്തി നല്ലൊരു മാനസാന്തരത്തിലേക്ക് അനുദപിച്ച് മാനസാന്തരത്തിലേക്ക് ഈശോയിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ റീത്തയെ അയാൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണാനായിട്ട് തുടങ്ങി. പൗലോയുടെ മാനസാന്തരത്തിന് ശേഷം അവരുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ പൂമഴ പെയ്തു തുടങ്ങി. അങ്ങനെ അവരുടെ ദാമ്പത്യ വല്ലരിയിലെ 2 ആൺകുട്ടികൾക്ക് ജോൺ, പോൾ എന്ന 2 പുത്രന്മാരെ അവർക്ക് ജനിച്ചു. അവരുടെ സമാധാനപൂർണമായ ദാമ്പത്യ ജീവിതം അധികം നാള് നിന്നില്ല. അങ്ങനെ മാനസാന്തരത്തിന് ശേഷം ആ ജീവിതം വളരെ സമാധാനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദാരുണമായ സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പൗലോ മാനസാന്തരപ്പെട്ടെങ്കിലും അയാളോടൊപ്പം അതിക്രമങ്ങൾക്ക് കൂട്ടുനിന്നിരുന്നവരെ എതിരാളികള് നേർവഴിക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു. പൗലോ ഒരു വനത്തിൽ വെച്ച് അങ്ങനെ അവര് കടോര കൊണ്ട് കുത്തിക്കൊന്നു. അങ്ങനെ ആ ശരീരം അവരെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു. ഭർത്താവിൻ്റെ മരണ വാർത്ത അറിഞ്ഞ റീത്ത വളരെയധികം ദുഃഖത്തിൽ ആഴപ്പെട്ട് ഉള്ള നാളുകളായിരുന്നു കുറച്ച് നാൾ. എന്നാലും തൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു, ദൈവമേ അങ്ങ് അദ്ദേഹത്തിൻ്റെ തെറ്റുകളും ക്ഷമിക്കണമേ എന്നാണ് റീത്ത പുനൂതി പ്രാർത്ഥിച്ചത്. ഭർത്താവ് അന്ത്യകുദാശകൾ സ്വീകരിക്കാതെയാണ് മരിച്ചതെന്നുള്ള ചിന്ത അവളെ കൂടുതൽ വേദനിപ്പിച്ചു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥനകളും ബലികളും അവൾ അർപ്പിച്ചു. ഒരു ദിവസം അവൾ കണ്ണീരത് കൂടെയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും പ്രാശ്ചിത്ത പ്രവർത്തികളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു അറിയിപ്പ് അവർക്ക് ലഭിച്ചു. ഭർത്താവിന് മരണശേഷം അമ്മയും മക്കളും മാത്രമായിരുന്നു അവരുടെ അമ്മയ്ക്ക് മക്കൾക്ക് അമ്മയും മാത്രമായിരുന്നു അവരുടെ ആശ്വാസം. മക്കളെ ദൈവഭക്തിയിലെ സൽപ്രവർത്തികൾ വളർത്താനായിട്ട് റീത്ത അതിയായി ആഗ്രഹിച്ചു. പക്ഷേ ആ കുട്ടികളിലെ നാട്ടുകാരും ഭർത്താവിൻ്റെ സഹോദരന്മാരുമെല്ലാം അപ്പനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായിട്ട് അവരുടെ കടമയാന്നുള്ള ബോധ്യം അവരിൽ മനസ്സിൽ കൂറിയിട്ടു.
ആ ഗ്രാമത്തിലെ പിതാവിനെ കൊന്നു കഴിഞ്ഞാൽ മക്കൾ പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു ഒരു ആശയം ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. റീത്ത മക്കളോട് ക്രൂശിതന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിനെ കുറിച്ചുള്ള പാഠങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു. എന്നാൽ ആ യുവ മനസ്സുകളിൽ വിദ്വേഷം കൂടി വരികയാണ് ചെയ്തത്. മക്കളുടെ ഈ ദുരവസ്ഥ കണ്ടിട്ട് റീത്ത ക്രൂശിതന്റെ അടുക്കലേക്ക് ഓടി. ദൈവമേ, ഒന്നുകിൽ എൻ്റെ മക്കളുടെ മനസ്സ് മാറ്റി തരണമേ, അവരിലുള്ള വിദ്വേഷങ്ങളെല്ലാം മാറ്റി അവരെ ഈശോയിലേക്ക് അടുപ്പിക്കണമേ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഘാതകരെ അവർ വകവരുത്തുന്നതിന് മുമ്പ് തന്നെ, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളുക. മക്കൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണമെന്ന് മാത്രമാണ് അവളുടെ ജീവിത ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അക്കാലഘട്ടത്തില് ഇറ്റലിയിലുണ്ടായ ഒരു അജ്ഞാത രോഗത്താല് അവരുടെ മൂത്ത മകൻ രോഗബാധിതനായിട്ട് മരിച്ചു. ജ്യേഷ്ഠന്റെ മരണം അനുജന്റെ സ്വഭാവ ശൈലിയെ യാതൊരു മാറ്റവും വരുത്തില്ല. പകരം ചോദിക്കേണ്ട കടമ ജ്യേഷ്ഠൻ തന്നെ ഏൽപ്പിച്ചു കടന്നുപോയി എന്നായിരുന്നു ആ ഇളയ മകന്റെയും ചിന്ത. അങ്ങനെ റീത്തയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. മാസങ്ങൾ കടന്നുപോയപ്പോൾ രണ്ടാമത്തെ മകനെയും ഈശോ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു. തുടർന്നുള്ള കുറെ നാളുകൾ റീത്ത ഏകാഗത ജീവിതത്തിലും പള്ളിയിലെ ഒരു കോണിൽ പോയി എന്നും പോയി പ്രാർത്ഥിക്കുക പതിവായി. ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും വർദ്ധിച്ചു. അങ്ങനെ ഏറ്റവും ലളിതമായ ജീവിതമാണ് റീത്ത നയിച്ചത്. അങ്ങനെ ചെറുപ്പകാലത്തുള്ള തൻ്റെ സമർപ്പിത ജീവിതത്തിലേക്കുള്ള ഒരു കന്യാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം റീത്തയിൽ അതിയായി മുളയിട്ടു. മാതൃകാപരമായ ആ കുടുംബജീവിതത്തിന് ശേഷം സന്യാസത്തിന്റെ വഴിത്താലേക്ക് പ്രവേശിക്കാൻ റീത്ത ഒരുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ അഗസ്ത്യൻ സന്യാസികളുടെ മഠത്തിൽ ചേരാനായിട്ട് അവൾ അതിയായി ആഗ്രഹിച്ചു. എന്നും രാവിലെ ആ കന്യാസ്ത്രീകളുടെ ചാപ്പലിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് മൂലയിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ തൻ്റെ മഠാധിപതിയെ കണ്ട് തന്നെ സന്യാസത്തിലേക്ക് പ്രവേശിക്കണമേ എന്ന് അവൾ അനുമതി ചോദിച്ചു. അവളുടെ ഭർത്താവിനെ കൊന്ന ആ വ്യക്തികളിലെ അവളെയും കൊല്ലുമോ എന്നുള്ള ഭയത്തിൽ അവളെ സന്യാസത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് മഠാധിപ ആഗ്രഹിച്ചില്ല. അങ്ങനെ 3 തവണ ആ സന്യാസിയാവാനുള്ള അവളെ ആഗ്രഹം അവർ നിരസിക്കുകയും ആ മഠത്തിന്റെ വാതിലുകൾ അവളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയും ചെയ്തു. റീത്ത നിരാശയായില്ല. കഠിനമായ തപശ്ചര്യകളും പ്രാർത്ഥനയും വഴി തന്നെ വിശദീകരിച്ചു കൊണ്ടിരുന്നു. ഒരു രാത്രിയിൽ അഗസ്തീനിയൻ സന്യാസ സ്ഥാപകനായ വിശുദ്ധ അഗസ്തീൻ വിശുദ്ധ റീത്തയുടെ വാതിലിൽ മുട്ടുകയും വാതിൽ തുറന്നു നോക്കിയപ്പോൾ വിശുദ്ധ അഗസ്തീനെ കാണുകയും ഇറങ്ങി വരിക, കർത്താവിന് മനവാട്ടിയായി നിന്നെ സന്യാസ ഭവനത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു അശരീരി പോലുള്ള ഒരു സ്വരം കേൾക്കുകയും സന്തോഷിച്ചത് വിശുദ്ധ അഗസ്തീനെ അനുഗമിച്ചു. വിശുദ്ധ സ്ഥാപയോഹന്നാനും വിശുദ്ധ നിക്കോളാസും പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് അവരകമ്പടിയോടെ അവൾ മഠത്തിലേക്ക് യാത്രയായി. അങ്ങനെ അടച്ചിട്ടിരുന്ന മഗ്ദലേന മഠത്തിന്റെ വാതിലുകൾ കടന്ന് അവൾ ഉള്ളിലെത്തി. അങ്ങനെ റീത്തയെ അവിടേക്ക് ആനയിച്ചുകൊണ്ട് വിശുദ്ധരെ അവിടെ നിന്ന് പോയി. നേരം വെളുക്കുന്നവരെ റീത്ത മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
പ്രഭാതം വന്നപ്പോൾ സിസ്റ്റേഴ്സ് ഒരു സ്ത്രീ അടച്ചുപൂട്ടിയ ദേവാലയത്തിനുള്ളിൽ ഇരിക്കുന്നത് അവർ കണ്ടു. അവർ അത്ഭുതപ്പെടുകയും എങ്ങനെ ഇതിനുള്ളിലെത്തിയെന്ന് അവളത് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. വിശുദ്ധ ദമ്പതിയോടെ മഠത്തിലെ ഉള്ളിലെത്തിയ സംഭവം റീത്ത എലബിയോടെ അവരോട് പറഞ്ഞു. അവർ ഏക മനസ്സോടെ റീത്തയെ സന്യാസ ജീവിതത്തിലേക്ക് അവരിൽ ഒരുവളായി സ്വീകരിച്ചു. അങ്ങനെ അഗസ്തീനിയൻ സന്യാസിനികളിലെ സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ റീത്ത തന്റെ സകല സമ്പത്തുകളും ദാനം ചെയ്യുകയും വളരെ മഠത്തിലെല്ലാം വളരെ മാതൃകാപരമായ ജീവിതമാണ് റീത്ത നയിച്ചത്. വളരെ പ്രായം ചെന്ന സന്യാസികളെ ശുശ്രൂഷിക്കാനും പൂന്തോട്ടത്തിലെ ജോലിയെല്ലാം വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയുമാണ് റീത്ത അവിടെ ചെയ്തത്. നവസന്യാസ കാലഘട്ടം പൂർത്തീകരിച്ച് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് സഹോദരിമാരോടൊപ്പം റീത്തയും വാഗ്ദാനം ചെയ്തു. അന്ന് രാത്രി റീത്തായിക്കൊരു ദർശനമുണ്ടായി. സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഗോവണി, അതിനു മുകളിൽ ദൈവം മഹത്വപൂർണനായിട്ട് നിൽക്കുന്നു. മാലാഖമാരെ ആ ഗോവണിയിലൂടെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. റീത്ത ഇതിലൂടെ കയറിയും എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന ദൈവസ്വരവും അശരീരി സ്വരവും അവൾ കേട്ടു. മാലാഖമാർ കയറുന്ന ആ ഗോവണിയിലൂടെ കയറണമെങ്കിൽ തങ്ങൾക്ക് പരിശുദ്ധിയാണ് അത്യാവശ്യമെന്ന് റീത്തയ്ക്ക് മനസ്സിലായി. ഉപവാസവും പ്രാർത്ഥനയും പ്രാശ്ചിത്യവും പുണ്യജീവിതവും വഴി റീത്ത ദിവ്യനാഥനോട് കൂടുതൽ അടുക്കാനായിട്ട് തുടങ്ങി. വ്രതങ്ങൾ പാലിക്കാനായിട്ട് വളരെ നിഷ്കർഷയുള്ള ഒരു സന്യാസിയായ റീത്ത, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്രതമായിരുന്നു അനുസരണം. റീത്തായുടെ അനുസരണം പരിശോധിക്കാനായിട്ട് നോവിസ് മിസ്ട്രസ് റീത്തായി വിളിച്ച് ഒരു ജോലി ഏൽപ്പിച്ചു. തോട്ടത്തിലെ ഉണങ്ങിപ്പോയ ഒരു മുന്തിരി കമ്പിനെ വെള്ളം ഒഴിക്കാനായി നിർദ്ദേശം. ഉണങ്ങിയ കമ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രയോജനമില്ലെന്ന വേലയാണെന്ന് മിസ്രസിനെ ബോധ്യപ്പെടുത്താതെ പോകാതെ ദൈവത്തിന്റെ ആജ്ഞ എന്ന ബോധ്യത്തോടെ റീത്ത ദിവസവും ആ മുന്തിരി കമ്പിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ റീത്തയുടെ അനുസരണത്തിന് പ്രതിഫലം കിട്ടി. ഉണങ്ങിയ ആ മുന്തിരി കമ്പ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തളിർത്തു മുന്തിരി ഫലങ്ങൾ പുറപ്പെടുവിച്ചു. 600 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ മുന്തിരിച്ചെടി നശിക്കാതെ എല്ലാ വർഷവും കായ്കളും ഫലങ്ങളും ഇന്നും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതശക്തിയുള്ള ഒരു ഔഷധമായിട്ട് ഇന്നും ഭക്തര് ആ ഒരു മുന്തിരിയിലെ ദൈവാനുഗ്രഹത്തിന്റെ മാറാരോഗങ്ങളെ പോലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സൗഖ്യപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചെറുപ്പം മുതലേ യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് ധ്യാനിച്ചു പോന്നിരുന്ന റീത്ത ഏറ്റവും ഈശോയുടെ ആ ശിരസിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകൾക്കുണ്ടായ തിരുമുറിവിനെ കുറിച്ചാണ് റീത്ത ധ്യാനിച്ചിരുന്നത്. തന്റെ പാപത്തെ ഓർത്ത് ആൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും താൻ പാപം ചെയ്യുകയില്ലെന്നും ഈശോയെ വേദനിപ്പിക്കില്ലെന്നും
അവൾ പ്രതിജ്ഞ എടുത്തു. ശരീരത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ശുദ്ധത ഒരിക്കലും പാലിക്കാൻ സാധിക്കില്ലെന്നും, ശരീരത്തിന്റെ വാസനകളെ ആത്മാവിന്റെ ശക്തിയാൽ വിജയിക്കുന്നവർക്ക് ശുദ്ധത പാലിക്കാനാവൂ എന്നും സ്വന്തം മറ്റു സഹോദരിമാരോട് വിശുദ്ധ റീത്ത പറയുമായിരുന്നു. ആ ഈ ബോധത്തിൽ റീത്ത തന്റെ ശരീരത്തെ കഠിനമായി നിയന്ത്രിക്കുകയും ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അത് റൊട്ടിയും വെള്ളവും മാത്രമാണ്. പ്രലോഭനം കൊണ്ടാകുമ്പോൾ മഞ്ഞിൽ ഇറങ്ങി നിന്നു ശരീരത്തെ അങ്ങനെ പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം റീത്ത അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ജീവിതം നയിച്ചു. ഈശോയുടെ മുൾക്കിരീടത്തില് 72 മുള്ളുകൾ ഉണ്ടെന്നാണ് റീത്ത പുണ്യവതി പറയുന്നത്. രാത്രി എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോൾ റീത്ത ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുൾക്കിരീടത്തെ ഏറെ നേരം ധ്യാനിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ മുൾക്കിരീടത്തിലെ ഒരു മുള്ള് തനിക്ക് തരണമേ എന്ന് അപേക്ഷിച്ചു. തന്റെ മനവാർത്തിയ ആഗ്രഹം നിറവേറ്റാനായിട്ട് അങ്ങനെ ഈശോയും തിരുമനസ്സായി. ഈശോ തിരുശിരസിൽ തറച്ചു കയറിയ ഒരു മുള്ളിന്റെ ഒരെണ്ണം ഈശോ റീത്തയുടെ നെറ്റിയിൽ പതിപ്പിച്ചു. പിറ്റേന്ന് മദറും സഹോദരിമാരും എല്ലാം നെറ്റിയിലെ മുറിവ് കണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു. മദർ സുപ്പീരിയർ ആ നെറ്റിയിൽ നിന്ന് മുറിവുകളും ദുർഗന്ധവും എല്ലാം വരാനായി തുടങ്ങി, പഴുക്കാനും തുടങ്ങി. ഓ ഈശോയെ, എൻ്റെ സഹനം വർദ്ധിപ്പിക്കുന്നത് പോലെ എനിക്ക് ക്ഷമിക്കാനുള്ള കൃപയും അധികമായി നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. മരണ നിമിഷം വരെ റീത്തായുടെ നെറ്റിയിലെ ആ മുറിവ് എപ്പോഴും ഉണ്ടായിരുന്നു. 1450 സഭ വിശുദ്ധ വത്സരമായി ആഘോഷിക്കുന്ന സമയമായിരുന്നു. നിക്കോളോസ് 5-ാമൻ മാർപ്പാപ്പ റോമിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായി ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു. റീത്തായ്ക്കും റോമിൽ പോയി ദണ്ഡവിമോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വികൃതമായ നെറ്റിയിലെ മുറിവുമായി റോമിലേക്ക് പോകാൻ മദർ സുപ്പീരിയർ അനുവദിച്ചില്ല. സങ്കടം മൂലം റീത്ത പൊട്ടിക്കരഞ്ഞ് റോമിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വരുന്നതുവരെ ആ മുറിവ് നെറ്റിൽ നിന്ന് മാറ്റിത്തരണമേന്ന് ദിവ്യനാഥനോട് അവൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ നെറ്റിയിലെ മുറിവ് അപ്രത്യക്ഷമാവുകയും അങ്ങനെ മറ്റു സഹോദരിമാരോടൊപ്പം റോമിലേക്ക് റീത്ത പോവുകയും ചെയ്തു. റോമിലെ തീർത്ഥാടനത്തിന് ശേഷം കാസയിലെത്തി ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ ആ മുറിവ് തനിക്ക് തിരികെ തരണമെന്ന് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ആ നെറ്റിയിലെ ആ പഴയ മുറിവ് പ്രത്യക്ഷപ്പെടുകയും കൂടെ വേദനയും പഴുപ്പും ഉണ്ടാവുകയും ചെയ്തു. മുറിവിൽ നിന്ന് പുറപ്പെട്ട ദുർഗന്ധം മൂലം റീത്തായെ തനിയെ ഒരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. മഠത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ റീത്ത ഭൗതിക സ്വത്തുക്കളെല്ലാം ദാനം ചെയ്തിരുന്നു. റീത്തയ്ക്ക് ഒരേ ഒരു സന്യാസ വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ധരിച്ചുകൊണ്ടാണ് മരണമടഞ്ഞതും. ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ഈ ലോകത്തിലെ സുഖങ്ങളോടെല്ലാം വിട പറയണമെന്നാണ് വിശുദ്ധ റീത്ത അതങ്ങനെ ദാരിദ്ര്യത്തില് ജീവിക്കാനായിട്ട് പ്രേരക ഘടകമായി തീർന്നത്. നാല് വർഷക്കാലത്തോളം മരണാസന്നമായ അവസ്ഥയിലെ ആ മുറിയിലെ റീത്ത ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു. ആ 4 വർഷവും ദിവ്യകാരുണ്യം മാത്രമായിരുന്നു റീത്തയുടെ ഭക്ഷണം.
റീത്തയുടെ മുറിവിന്റെ കാരണമോ പ്രതിവിധിയോ കണ്ടുപിടിക്കാനായിട്ട് ഒരു വൈദ്യന്മാർക്കും കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിലാണ് പല കാര്യങ്ങളിലും അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും റീത്ത പ്രാർത്ഥനയുടെ ലഭിച്ചത്. ഒരിക്കലും റീത്തായുടെ ഒരു ബന്ധു അവൾ സന്ദർശിക്കാനായിട്ട് വന്നു. റീത്ത പനി പിടിച്ച് കിടപ്പിലായിരുന്നു. സംസാരം മതി, തന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു. റീത്ത പറഞ്ഞു, ദയവായി എനിക്കൊരു റോസപ്പൂ കൊണ്ടുതരണം എന്ന് പറഞ്ഞു. അത് റോസപ്പൂവിൻ്റെ കാലമല്ലായിരുന്നു, അവിടെയെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന കാലമായിരുന്നു. പുഷ്പങ്ങളെന്നല്ല ഒരു പച്ച പുൽക്കുടി പോലും എങ്ങും ഉണ്ടായിരുന്നില്ല. ലീലകൾ പോലും ഇല്ലാത്ത ഒരു ചില്ലകളാണ് എല്ലാ മരങ്ങളിലും ഉണ്ടായിരുന്നത്. റോക്കോപ്പോനായയിലെ തന്റെ പഴയ പൂന്തോട്ടിലെ ഒരു റോസപ്പൂ ഉണ്ടെന്നും അത് പറിച്ചു കൊണ്ടു തരണമെന്നും റീത്ത അപ്പോൾ അവളോട് ആവശ്യപ്പെട്ടു. റീത്തയുടെ ആ പഴയ പൂന്തോട്ടില് അവൾ പോയി നോക്കിയപ്പോൾ മഞ്ഞപ്പാളികളുടെ മുകളിൽ ഒരു റോസപ്പൂ നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ റോസപ്പൂ പറിച്ചുകൊണ്ട് ആ സഹോദരി റീത്തയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആ ക്രൂശ രൂപത്തിന് മുകളിൽ ആ ഒരു റോസപ്പൂ സമർപ്പിക്കുകയും ചെയ്തു. ഇന്നും ആ പൂന്തോട്ടത്തിലെ എല്ലാ കാലത്തും റോസപ്പൂകൾ ഇന്നും അവിടെ വിരിയുന്നുണ്ട്. അഗസ്തീൻ സഭയിലെ ആ പള്ളിയിലെ റീത്ത പുണ്യവതിയ തിരുനാൾ ദിവസം മെയ് 22-ന് റോസപ്പൂവാണ് അവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇന്നും അവിടെ കാസയാനെ സന്ദർശിക്കുന്ന വ്യക്തികൾക്ക് ആ റോസ ചെടിയും അത്ഭുതകരമായ മുന്തിരി ചെടിയും എല്ലാം അവിടെ കാണാനായിട്ട് ഇന്നും സാധിക്കും. അങ്ങനെ തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സമയമായി എന്നുള്ള റീത്തായിക്ക് ദർശനത്തിലൂടെ വെളിപ്പെട്ടു കിട്ടി. ഈശോയും പരിശുദ്ധ മാതാവും റീത്തായിക്ക് മുന്നിലെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗീയ ഭവനത്തിലേക്ക് റീത്ത ശരിക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, ഏതാനും ദിവസത്തിനുള്ളിൽ നീ ലോകത്തിൽ നിന്ന് യാത്രയാകുമെന്നും സ്വർഗീയ ഭവനത്തിലെത്തുമെന്ന് അവർ പറഞ്ഞു. റീത്ത ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. റീത്ത മറ്റ് സഹോദരിമാരിത് പറഞ്ഞു. ലോകത്തിന് നേർക്കുള്ള കണ്ണടക്കലും സ്വർഗത്തിലേക്കുള്ള കണ്ണു തുറക്കലുമാണ് മരണമെന്നാണ് റീത്ത പറഞ്ഞത്. ദൈവസന്നിധിയിലേക്കുള്ള ആ ഒരു തുറക്കലുമാണ് മരണമെന്ന്. റീത്ത മേലധികാരിയോടും സഹോദരിമാരോടുമെല്ലാം വേണ്ട പോലെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലെ നിയമങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കാനായിട്ട് തനിക്ക് കഴിഞ്ഞിട്ടില്ല. തൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വീഴ്ചകൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമ ചോദിക്കുകയും അവളെ നെറ്റിയിൽ മുറിവ് മൂലം വന്നിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ദൈവത്തെ പുറക്കണമെന്ന് എല്ലാവരോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവൾ മറ്റുള്ള സഹോദരിമാരെല്ലാമായി ഗമ്യതയിലാകുകയും അങ്ങനെ റീത്ത ഇതേ ആഗ്രഹപ്രകാരം
അവർക്ക് ലോകലേപനം നൽകുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അധികാരികളുടെ എല്ലാം ഏതെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ സാധാരണ ചോദിക്കുന്ന പോലെ അധികാരികളെല്ലാം ആശീർവാദങ്ങളെല്ലാം ചോദിച്ചു വാങ്ങി. അങ്ങനെ റീത്തയിലെ ദിവ്യമായ പ്രകാശത്തിലെ അവളുടെ മുഖമെല്ലാം അങ്ങനെ തിളങ്ങി. വിശുദ്ധയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വിശുദ്ധരുണ്ടായിരുന്നു. ഒന്ന് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ നിക്കോളാസും ആയിരുന്നു. അവരെ മധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനമായി അവൾ സഹോദരങ്ങളോട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരരെ സ്നേഹിക്കുക, നിയമങ്ങൾ അനുസരിക്കുക, സഭയോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 1457 മെയ് 22 46 വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം 76-ാമത്തെ വയസ്സിൽ റീത്ത തന്റെ ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് മാലാഖമാരാൽ സംവഹിക്കപ്പെട്ടു. മരണസമയത്ത് കാസിയായിലുള്ള പരിസരങ്ങളിലുള്ള ദേവാലയങ്ങളെല്ലാം മണി താനെ മുഴങ്ങി. മണിനാദം കേട്ട് ജനങ്ങളെല്ലാം മഠത്തിലേക്ക് ഒഴുകി. റീത്തയുടെ വേർപാട് ആ പ്രദേശത്തെ ജനങ്ങളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തുകയും അവളെ മൃതശരീരം കെടുത്തിയ ആ മുറി അലൗകികമായ ഒരു പ്രകാശം കൊണ്ട് നിറയുകയും നെറ്റിയിലെ ദുർഗന്ധത്തിന് പകരം റോസപ്പൂവിന്റെ സുഗന്ധം ആ ഭാഗത്ത് മുഴുവൻ പരക്കുകയും ചെയ്തു. ഒത്തിരി അത്ഭുതങ്ങൾ അപ്പോൾ തന്നെ അവിടെ സംഭവിക്കാനായിട്ട് ഇടയായി. ധാരാളം ചികിത്സ നടത്തിയിട്ടും ഫലമില്ലാതെ തളർന്ന കൈയുമായി റീത്തയുടെ ഭൗതിക ശരീരത്തിൽ സ്പർശിച്ച ഒരു സഹോദരിയുടെ കൈ തൽക്ഷണം ഫലം പ്രാപിച്ചു സുഖപ്പെട്ടു. റീത്തയുടെ പൂജ ദിവശരീരം 3 ദിവസം പുതുദർശനത്തിനായ പള്ളിയിൽ അൾത്താരയിലെ മുമ്പിൽ വെച്ചു. ഭേദമെന്നെ ജനങ്ങള് ആ അമ്മയെ കാണാനായിട്ട് കാസിയായിലേക്ക് ഒഴുകി. അങ്ങനെ അവിടെയും വേറെ ഒരു അത്ഭുതം നടക്കാനായിട്ട് ഇട വന്നു. റീത്തയെ സംസ്കരിക്കുന്നതിനുള്ള ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കാനായിട്ട് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ശവപ്പെട്ടി നിർമ്മിക്കുന്ന ആ കടയിലെത്തി. ഫ്രാൻസിസ് ബാർബറി എന്ന വ്യക്തിയും കുറെ നാളുകളായിട്ട് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. മറ്റു വഴികളൊന്നും കാണാതെ വിശ്വസിച്ച സിസ്റ്റേഴ്സിനോട് അദ്ദേഹം പറഞ്ഞു, റീത്തയുടെ മധ്യസ്ഥം വഴി എനിക്ക് സൗഖ്യം കിട്ടിയാൽ ഇന്നു തന്നെ ഞാൻ ശവപ്പെട്ടി ഉണ്ടാക്കി തരാം. ആ സമയം തന്നെ അയാള് സൗഖ്യം പ്രാപിക്കുകയും അങ്ങനെ ആ വ്യക്തി ശവപ്പെട്ടി തയ്യാറാക്കി റീത്ത പുന്നുവലിയുടെ ശവസംസ്കാരത്തിന് ഉള്ള ശവപ്പെട്ടി അയാളന്ന് തയ്യാറാക്കിയത്. റീത്തയെ വായത്തോട്ടുള്ള പ്രഖ്യാപിച്ച അവസരത്തില് ശവപ്പെട്ടിക്കാരന്റെ ആ സാക്ഷ്യം പ്രധാന തെളിവായിട്ട് അവിടെ നിലകൊണ്ടു. ശാന്തമായി ഉറങ്ങുന്ന ഒരു രീതിയിലായിരുന്നു റീത്തയുടെ ശരീരം. മരണപറ്റന്റെ യാതൊരു ഭാവഭേദവും അതിലുണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്നും മഠത്തിൽ നിന്നും കുറച്ച് അകലായിട്ടാണ് ഒരു സ്ഥലത്താണ് കബറിടം. കാലക്രമേണ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. റീത്തയുടെ ഖബർ സമയത്ത് കത്തിച്ച വേദിരികൾ ഇന്നും അവിടെ കെടാതെ നിൽക്കുന്നു. 100 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും റീത്ത പുണ്യമതിയ ശരീരം യാതൊരു കേടുപാട് കൂടാതെ ഇന്നും അഴുകാതെ ഇരിക്കുന്നു.
അങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റീത്തയിലെ സന്യാസ വസ്ത്രങ്ങളും ഇന്നും നീണ്ട 46 വസ്ത്രങ്ങൾ റീത്ത ഉപയോഗിച്ച ആ വസ്ത്രങ്ങള് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും യാതൊരു കേടുപാടില്ലാതെ ഇന്നും അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കാസിയാനിൽ ദേശീയ ചിഹ്നമായി ഒരു കൈയിലും ക്രൂശിതരൂപവും മറുകൈയിൽ റോസപ്പവും പിടിച്ചു നിൽക്കും. തലയ്ക്ക് ചുറ്റും പ്രകാശവലയം നിൽക്കുന്ന റീത്തയുടെ ചിത്രം പുതിയ അവരുടെ ദേശീയ ചിഹ്നമായിട്ട് കാസിയാനയിലെ ജനങ്ങള് അവരുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചു. മരിച്ചിട്ടും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശരീരം ഒരു തരി പോലും അഴുകാതെ ഇരിക്കുന്ന മുപ്പത്താറ് വ്യക്തികളിൽ ഏറ്റവും ഒരു വിശുദ്ധിയാണ് വിശുദ്ധ റീത്ത പുണ്യവതി. പുരോഹിതനും സന്യാസിനും മാത്രമാണ് വിശുദ്ധരുടെയും സമൂഹത്തിൽ ഉള്ളതെന്നായിരുന്നു അക്കാലത്തെ പലരുടെയും ധാരണ. വിവാഹിതർക്കും കുടുംബജീവൻ നയിക്കുന്നവർക്കും എല്ലാം വിശുദ്ധ പദവി പ്രാപിക്കാമെന്നുള്ളത് റീത്ത പുണ്യവതിയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ഈശോയുടെ സഹോദരന്മാരിൽ ഒരാളായ യൂദാത്തരൂസിനുള്ള അസാധുകാരൻ മധ്യസ്ഥരായി ലോകം മുഴുവനും അറിയപ്പെടുകയും സഭയിൽ വണങ്ങപ്പെടുകയും ചെയ്തതുപോലെ വിശുദ്ധ റീത്ത ഇന്ന് അസാധുകാരങ്ങൾ മധ്യസ്ഥയായി സഭയിൽ വണങ്ങപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു. പിശാചിനാൽ പലതവണ പീഡിക്കപ്പെട്ടവളാണ്, പരീക്ഷിക്കപ്പെട്ടവളാണ് വിശുദ്ധ റീത്ത. അപ്പോഴൊക്കെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ അവയെ ബഹിഷ്കരിക്കാനും തിന്മയ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കാനായിട്ട് റീത്ത പുണ്യവതിയുടെ പ്രാർത്ഥന അവരെ ഉപകാരപ്പെട്ടു. റീത്തയുടെ മധ്യസ്ഥത്തിലൂടെ പല കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടും മാറാരോഗങ്ങൾ സൗഖ്യപ്പെട്ടും കടബാധയിൽ നിന്ന് മോചനം ലഭിച്ചു. ദുർഭാഗങ്ങളിൽ നിന്ന് അനേകം പേര് നേർവഴിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ റീത്ത പുണ്യവതിയിലൂടെ ഉയർത്തപ്പെട്ട പ്രാർത്ഥനകളെ സ്വർഗത്തിലെ വലിയൊരു പരിഗണന തന്നെ ലഭിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. സാൻ സെബസ്ത്യാനിയയിലെ റീത്തയുടെ നാമത്തിലെ വലിയൊരു ദേവാലയം ഉയർത്തപ്പെട്ടു. 1627 ഒക്ടോബർ 1 ഉർബൻ 8 മാർപ്പാപ്പ റീത്തയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. മെയ് 24 ലിയോ 13 മാർപ്പാപ്പ റീത്തയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. പുത്രിയായും ഭാര്യയായും അമ്മയായും വിധവയായും സന്യാസിയുമായും എല്ലാ രീതിയിലും സുഹൃജീവൻ നയിച്ച വിശുദ്ധ റീത്ത എല്ലാ ജീവിതാന്തസ്സിലുമുള്ള വ്യക്തികൾക്ക് ഉത്തമയായ മാതൃകയാണ്. തകർന്ന കുടുംബ ബന്ധങ്ങള് ദൈവകൃപയാല് ഒന്നായി തീരുവാനും വൈദ്യുതിപോയ മക്കളുടെ ജീവിതം നേർവഴിയിലേക്ക് തിരിക്കുവാനും വിശുദ്ധ റീത്ത പുണ്യവതി മധ്യസ്ഥം ഇന്നും അനേകർ തേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും ഭാരം മുഴുവൻ യേശുനാഥന്റെ ചുമതല വെക്കുക. നിനക്ക് വേണ്ടി അവിടുന്ന് അത് വഹിക്കും. ഒരിക്കൽ അവിടുന്ന് നമ്മുടെ ഭാര്യമാരെ കുറിച്ച് വഹിച്ചു എന്ന് ഓർക്കുക എന്ന് വിശുദ്ധ റീത്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്ഷമയുടെയും മൂർത്തിഭാവമായിരുന്നു വിശുദ്ധ റീത്ത. വിശുദ്ധ റീത്ത വിശുദ്ധിയായി തീർന്നത് ക്ഷമയുടെ മാതൃക നിറവേറ്റിക്കൊണ്ടാണ്.
ക്രൂശനാഥനെയും പിഞ്ചൊല്ലാനായിട്ട് കുരിശിന്റെ പാതയിൽ നടന്ന് ദുരിതങ്ങളെല്ലാം നന്മയായി മാറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഈശോയുടെ പുറകെ ജീവിച്ചോളാന്ന് വിശുദ്ധ പുണ്യവതി. ക്ഷമയുടെ മൂർത്തിഭാവവും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും തേജസ്സാണ് കുടുംബങ്ങളിലെയും കാവൽ വിളക്കും അനുദപിക്കുന്നവരുടെ മധ്യസ്ഥതയും അസാധ കാര്യങ്ങളിലെ മധ്യസ്ഥയുമായ വിശുദ്ധ എന്നറിയപ്പെടുന്നു. അവളെ എല്ലാവരോടും നിരവധികമായി ക്ഷമിക്കുകയും അവളെ വേദനിപ്പിച്ചവരോടും അവളുടെ ജീവിതം തകർത്തവരും എല്ലാ വ്യക്തികളോടും നിരുപാധികം ക്ഷമിക്കുന്ന അവർക്ക് വേണ്ടി പ്രാശ്ചിത്യവും പരിഹാരം ചെയ്യുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ നയിച്ചത്. രോഗികളും വിദ്യാർത്ഥികളിലെയും ദമ്പതികളിലെയും എല്ലാം ഒരു മധ്യസ്ഥയാണ് വിശുദ്ധ ക്ഷമയുടെ പ്രതീകമാണ്. വിശുദ്ധ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും ക്ഷമയുടെ കൃപ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. റീത്തയുടെ നെറ്റിയിലെ ആ മുറിവാണ് മറ്റ് വിശുദ്ധരിൽ നിന്ന് റീത്തയെ തിരിച്ചറിയാനുള്ള പ്രത്യേകമായ ഒരു അടയാളം. ഒറ്റുമഴുകാത്ത ഇരുന്ന ഒരു മരിച്ചതിന് ശേഷം ഒറ്റുമഴുകാതെ കാണപ്പെടുന്ന ഒരു ശരീരത്തിന്റെ ഒരു ഉടമയാണ് വിശുദ്ധ റീത്ത പുണ്യവതി. ഇന്നും ആ ശരീരത്തിന് യാതൊരു കേടുപാടും കൂടാതെ ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് അവളുടെ ആ തിരുനാൾ ദിവസം എല്ലാം അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സുഗന്ധം ആ നാട് മുഴുവനും ആ സുഗന്ധത്തിൻ്റെ ആ ഒരു അഭിഷേകം ആ ഭാഗത്തെല്ലാം വ്യാപരിക്കും. നമുക്കും ഈശോയുടെ മുന്നിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ നയിക്കുന്ന വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന ജീവനത്തിനനുസരിച്ചുള്ള വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട്, എല്ലാ വ്യക്തികൾക്കും വിശുദ്ധരായിട്ട് തീരാനായിട്ട് സാധിക്കുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ക്ഷമയും സ്നേഹവും കരുണയും ദയയും പ്രാർത്ഥനയും പ്രാശ്ചിത്യവും നിറഞ്ഞ ഒരു ജീവൻ നയിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയോടും ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളോടും ക്ഷമിക്കുവാനും ഈശോയോടും ആ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളോടും സ്നേഹിക്കുവാനും അവരെ ഓരോ വ്യക്തികളെയും അംഗീകരിക്കാനും അവരായിരിക്കുന്ന രീതിയിൽ സ്നേഹിക്കാനും ക്ഷമിക്കുവാനും കരുണാപൂർവ്വം വർത്തിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വീട്ടിൽ വിളങ്ങി നിന്നിരുന്ന പരിശുദ്ധിയും വിശുദ്ധിയും എല്ലാം പരിപൂർണതയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരിലും അനാഥരിലും രോഗികളിലും എല്ലാം ഈശോയെ കണ്ടെത്തുവാനും അവരുടെ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും സ്വന്തം ജീവിതത്തിലെ ത്യാഗങ്ങളെ ഏറ്റെടുക്കുവാനും അങ്ങനെ മറ്റുള്ളവർ പരാതിയും പരിഭവവും ഒന്നും പറയാതെ അവയെല്ലാം നിശബ്ദമായി സഹിക്കുവാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, അവരുടെ കുറവുകൾ, ബലഹീനതകളെല്ലാം നമ്മൾ ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അനുദപിച്ച് പ്രാർത്ഥിക്കുവാനും അവരെ മറ്റുള്ളവരെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന യേശുവിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ വ്യക്തികളെയെല്ലാം ഈശോയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ആത്മാക്കളോടുള്ള തീഷ്ണത ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. സ്വയം വിശുദ്ധീകരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയും വിശുദ്ധിയിലേക്ക് അവരെ ആനയിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും അനുദപിക്കാനും അങ്ങനെ നമ്മുടെ പാപങ്ങൾക്കും മറ്റുള്ള പാപങ്ങൾക്കും പ്രാശ്ചിത്യം ചെയ്തുകൊണ്ട് വിശുദ്ധ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനും അങ്ങനെ യേശുവിനെ ഈ ലോകത്തിൽ മാറ്റപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന തലമുറയെല്ലാം ഈശോയെക്കുറിച്ച് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുവാനും
നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് വിശുദ്ധിയിലേക്ക് വളർന്നു വരാനായിട്ട് ഈശോയായിട്ട് ഒരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തിലായിരിക്കുവാനും അങ്ങനെ സ്വന്തം നമ്മുടെ ലോകത്തെ ജീവിതത്തെയും ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഇതേ പോലെ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിർവഹിക്കുവാനും മക്കളോടും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുകയും മക്കളെല്ലാം അവരെല്ലാം ദൈവഭക്തിയിൽ ആഴമായി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പ്രാർത്ഥിച്ചതുപോലെ മക്കള് പാപം ചെയ്ത് അവരെ ആത്മാവ് നശിക്കുന്നതിനേക്കാൾ നല്ലത് അവർ വിശുദ്ധിയോടുകൂടി തന്നെ ദൈവസന്നിധിയിലായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് നമ്മളെല്ലാം ഒരു മാലാകന്മാരെല്ലാം ഒന്നായി ചേർന്നുകൊണ്ട് അനവരതം ദൈവത്തെ സ്തുതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പരസ്പരം താങ്ങിക്കൊണ്ട് ഓരോരുത്തരും അവരുടെ കുറവുകളെല്ലാം ക്ഷമയോടെ സഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പരസ്പരം ഭാരങ്ങൾ വഹിച്ച് നമ്മൾ പരസ്പരം സഹായിച്ച് യേശുവിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരാൻ വിസ്തറിയിട്ട മുന്നിൽ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ